इसलिए मैं प्रभु का ആ, വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ വിശുദ്ധ യോഗത്തിലേക്ക് കടന്നു വന്ന ഓരോരുത്തരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. और अलग अलग स्थानों से इस प्रार्थना सभा में जुड़े हुए आप सभी को प्रभु बहुतायत से आशीष देने पाए। പ്രത്യേകിച്ചും ജോർജ് തോമസ് പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ എല്ലാ യോഗങ്ങളിലും സംബന്ധിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു. और विशेष करके जॉर्ज सी थॉमस पास्टर के लिए मैं प्रभु का धन्यवाद करता हूँ। उनकी पत्नी जो है हर एक सभा में वे जुड़ा करती थी। ആ, ആ, അവർക്ക് എത്രയും വേഗം പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. और उनको जल्द से जल्द पूर्ण रीति से चंगाई प्रमुख देने के लिए हम मिलकर प्रार्थना करेंगे। വിവിധ ഭാരങ്ങളോടുകൂടി വിഷമങ്ങളോടുകൂടി പ്രതിസന്ധികളിലായിരിക്കുന്ന ബലഹീനരായ ഓരോ വ്യക്തികൾക്കും ഈ ശുശ്രൂഷയിലൂടെ ദൈവശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. भिन्न प्रकार के प्रश्नों के बीच में, रोगों के बीच में, समस्याओं के बीच में उलझे हुए लोगों को इस सेवकाई के द्वारा बड़ी अनुग्रह और आशीष प्रभु देने के लिए हम मिलकर प्रार्थना करते रहेंगे। റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യമാണ് ഇന്നത്തെ കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. रोमियों की पत्री 8 अध्याय उसके 28वें आयत आज के मनन के मुख्य विषय जो वचन के रूप में लिया गया है। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. वहां पर इस प्रकार लिखा है, हम जानते हैं कि जो लोग परमेश्वर से प्रेम रखते हैं उनके लिए सब बातें मिलकर भलाई ही को उत्पन्न करती हैं, अर्थात उन्हीं के लिए जो उसकी इच्छा के अनुसार बुलाए गए हैं। എല്ലാം നന്നായി തീരും എന്ന് പല ആളുകളും പറയാറുണ്ട്. ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ രീതിയിൽ സംസാരിക്കാറുണ്ട്, ഞങ്ങൾ വരുമ്പോൾ എല്ലാം നന്നായിക്കൊള്ളും എന്ന്. और कई लोग इस प्रकार से दावा करते हैं कि सब कुछ अच्छा हो जाएगा। जब विशेष करके चुनाव के समय आते हैं तो कई राजनीतिक दल इस प्रकार से कहते हैं कि यदि तुम हमको चुनाव करेंगे तो हम सब कुछ अच्छा कर देगा। എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഈ വചനത്തോട് ചേർന്ന് പറയുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നാണ്. परंतु प्रभु का वचन यहाँ पर हमें इस प्रकार से बताता है कि जो लोग परमेश्वर से प्रेम रखते हैं और जो उनकी इच्छा के अनुसार बुलाए गए हैं उनके लिए सब कुछ प्रभु भलाई के लिए उत्पन्न करता है। മുൻ മുൻ അറിഞ്ഞവരെ എന്ന് അവരെ ദൈവം എന്താണ് യേശുക്രിസ്തുവിനോട് സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. और वहां अगले आयत में लिखता है, क्योंकि जिन्हें उसने पहले से जान लिया है उन्हें पहले से ठहराया भी है कि उसके पुत्र के स्वरूप में हो। വിവിധങ്ങളായ കഷ്ടങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ദൈവം നമ്മെ കടത്തിവിടുന്നത് ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക എന്നുള്ളത് വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. विभिन्न प्रकार के कष्ट और दुख में से प्रभु हमें जब होकर जाने के लिए, जब हमारे जीवन में हमें अवसरों को देता है, तो परमेश्वर ये चाहता है कि उनके द्वारा हम मसीह का महिमा हमारे जीवन से प्रकट करें। അതെ, നാം ദൈവം നമ്മെ നീതീകരിക്കുന്നതിന് വേണ്ടിയും പിന്നെ തേജസ്കരിക്കുന്നതിനും വേണ്ടി അത്രയും വിളിച്ചിരിക്കുന്നത്. परमेश्वर का वचन हमें बताता है कि प्रभु हमें धार्मिक बनाकर आमीन नियुक्त करने के लिए और प्रभु हमारे जीवन में अपनी महिमा को देने के लिए प्रभु ने हमें बुलाया है। ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു വാഗ്ദാനമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. परमेश्वर ने हमें दिया हुआ एक बड़ा श्रेष्ठ एक वायदा है जो आज हमने यहाँ पर पढ़ा है। അപ്പൊ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. जो प्रभु की इच्छा के अनुसार बुलाए गए हैं और जो परमेश्वर से प्रेम रखते हैं उनके लिए सब कुछ भलाई को उत्पन्न करता है, ऐसा यहाँ पर लिखा हुआ है। എന്താ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നടക്കാറുണ്ട്. ആ, പിന്നെ നമുക്ക് അനിഷ്ടമായിട്ടുള്ളതായ മോശമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. സാത്താൻ്റെതായ ചില പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ നമ്മുടേതായ പാപപ്രവൃത്തികളെയും നമുക്ക് കാണുവാൻ കഴിയും.
और क्या क्या यहाँ पर हम देख सकते हैं, एक है कि अच्छे बातें हमारे जीवन में घटती हैं और कुछ बुरी बातें भी होती हैं। शैतान के द्वारा ले आने वाले गलत कार्यों को भी हम देखते हैं और हमारे पाप के द्वारा होने वाली गलत बातों को, कामों को भी हम अपने जीवन में देख पाते हैं। ആ, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു മിശ്രിതമായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ അതാണ് പറയുന്നത് സകലവും നന്മയ്ക്കായിട്ട് കൂടി ചേരുന്നു എന്ന്. और ये सब कुछ जब एक मिश्रण के रूप में कार्य करता है, इसी के विषय में यहाँ पर वचन बताया जाता है कि सब कुछ भलाई के लिए उत्पन्न कराता है। നാം നിത്യവും ഉപയോഗിക്കുന്നതായ കറിയുപ്പ് സാൾട്ട് എന്ന് പറയുന്നത് രണ്ട് എലമെന്റ്സ് അതിലടങ്ങിയിട്ടുണ്ട്. ഒന്ന് സോഡിയവും ഒന്ന് ക്ലോറിനുമാണ്. और हम जो उपयोग करने वाले जो नमक है, उसमें दो प्रकार के पदार्थ मिलाए जाने से वो उत्पन्न होता है। वो तत्व एक जो है सोडियम है और दूसरा, सॉरी, ക്ലോറിൻ. क्लोरीन। क्लोरीन को उपयोग करते हैं। അപ്പൊ ഈ സോഡിയവും അതുപോലെ തന്നെ ക്ലോറിനും മാരക വിഷമാണ്. और ये सोडियम और ये क्लोरीन जो ये तत्व है, या ये जो जो चीजें हैं, ये बहुत विषकारी एक वस्तु है। എന്നാൽ ഇത് രണ്ടും കൂടി ഒരു മിക്സ് ചെയ്യുമ്പോൾ അത് മനുഷ്യന് ഏറ്റവും പ്രയോജനമുള്ളതായ അത് സോൾട്ടായിട്ട് മാറുന്നു. परंतु ये दोनों जब एक दूसरे के साथ मिलाए जाते हैं, तो ये एक उपयोगी पात्र बन जाते हैं, या नमक के रूप में हम जो इस्तेमाल करते हैं वो हमारे सामने हो जाते हैं। അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈ പറഞ്ഞതായ ജീവിതത്തിലുണ്ടാകുന്ന നല്ല കാര്യങ്ങളും മോശമായ കാര്യങ്ങളും സാത്താന്റേതായ നിന്നുള്ളതായ കാര്യങ്ങളും നമ്മുടേതായ പാപപ്രവൃത്തികൾ നിമിത്തം ഉണ്ടാകുന്നതായ സംഗതികളും എല്ലാം കൂടി ചേരുമ്പോൾ അത് ദൈവം അതിനെ എന്താണ് നന്മയാക്കി തീർക്കുമെന്ന് പറയും. तो यहाँ पर यही बात को बताया जाता है कि हमारी अच्छी बातें, हमारे जीवन में आने वाली बुरी बातें और शैतान के द्वारा किए जाने वाला जो बुरी बातें हैं और जो पाप के द्वारा उत्पन्न होने वाली बातें, ये सब कुछ मिलकर प्रभु के सामने भलाई के लिए कार्यों को उत्पन्न कराता है। ഈ വചനം കേൾക്കുമ്പോൾ തന്നെ തകർന്ന നുറുങ്ങിയതായ ഹൃദയത്തോടുകൂടി അനുഭവത്തോടു കൂടി ഇരിക്കുന്നതായ വ്യക്തികളുണ്ടായിരിക്കും. അവരുടെ ജീവിതത്തില് അപ്രതീക്ഷിതമായിട്ടുള്ളതായ പല തിക്തമായ അനുഭവങ്ങളും അവർക്ക് ഉണ്ടായിരിക്കും. എന്നാൽ ഇതിനെയൊക്കെയും മാറ്റിമറിക്കുവാൻ കർത്താവിന് കഴിയും. ये वचन आप जब सुन रहे होंगे तो वहां पर यहाँ ऐसे लोग भी उपस्थित रहेंगे जिनके जीवन में कई प्रकार की समस्याएं और कई प्रकार की ऐसे आमीन मुश्किलों में से वो होकर जा रहे हैं। कई टूटापन की अवस्थाओं को उन्होंने अपने जीवन में सामना किया है, परंतु ये वचन जब आप सुनेंगे, ये वचन के द्वारा आपके जीवन में जो कुछ भी आप पिछले दिनों में अनुभव किए हैं, उसमें सब प्रभु की भलाइयों को आप देख पाएंगे। ഇംഗ്ലണ്ടിൽ ക്യൂൻ മേരി എന്ന് പറയുന്നതായ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. और इंग्लैंड में क्वीन मेरी नाम का एक रानी हुआ करती थी। എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവദാസന്മാരെയും വചനം പ്രസംഗിക്കുന്നവരെയും അവർക്ക് അവരോട് ഭയങ്കര അടങ്ങാത്ത ദേഷ്യവും പകയുമായിരുന്നു. और उस रानी को यदि आप देखें तो जो प्रभु का वचन प्रचार करने वाले प्रभु के दास लोग हैं या मिशनरी होते हैं, उन्हीं से वे बहुत घृणा करती थी। അതിന്റെ റിഫർമേഷൻ്റെതായ ഒരു കാലയളവിലായിരുന്നു അവർ രാജ്ഞിയായത്. और उस पुनरुत्थान के जो समय का एक जो युग था, उन समय में ये क्वीन मेरी जो है रानी बनकर हमें नियुक्त की गई थी। അവർ ഒരു തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയായിരുന്നു. और ये जो है एक पूर्ण रीति से एक कैथलिक आमीन जो संस्था के द्वारा इसमें शामिल होने वाले एक रानी थी। ദൈവത്തിന്റെ ദാസന്മാർ ശക്തിയോടുകൂടി ഒരു നവീകരണത്തിന് വേണ്ടി ജനത്തെ ഉത്ബോധിപ്പിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലയളവ്. और जो परमेश्वर के दास लोग हैं, वचन के अनुसार एक पुनर्जागरण करने का एक समय या एक काल में कलीसिया को ले जाने का एक अवसर रहा था। ഏതാണ്ട് 2880 പിന്നെ ദൈവദാസന്മാരെ അവർ അഗ്നിക്കിരയാക്കി. लगभग जो है 2800 से भी अधिक जो प्रभु के दासों को उन्होंने आग में डालकर मार दिए।
അവര് ഈ പുതിയ അറിവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് വളരെ ആവേശത്തോടു കൂടി ജനത്തോട് പ്രബോധിപ്പിച്ചു. और उन्होंने जो है ये जो नई जानकारी जो यीशु मसीह के बारे में उन्होंने प्राप्त किया था, वो बड़े उत्साह के साथ लोगों तक पहुंचाने लगे। അവരുടെ മുമ്പിൽ മരണമാണ് ഉള്ളത് എന്ന് അവർക്കറിയാമായിരുന്നു. എങ്കിലും അവർ വളരെ സന്തോഷത്തോടുകൂടി ആവേശത്തോടു കൂടിയും ഈ സുവിശേഷം എല്ലായിടത്തും എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. उनके आगे मृत्यु का एक दंड आमीन वो सामने देख रहा था, परंतु जो सुसमाचार की बातों को उन्होंने सुना था, बड़े उत्साह के साथ जहां तक वे अपने कार्यों को पहुंचा सकते हैं वहां तक करने के लिए वे तैयार रहे। അവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസനെയും കൊല്ലുന്നതിന് വേണ്ടി അവർ ഉത്തരവിട്ടു. और वहां पर एक प्रभु के दास को भी इस प्रकार से आमीन मार देने के लिए उन्होंने आज्ञा निकाले। അദ്ദേഹത്തെ തൂണിൽ കെട്ടിയിട്ട് പിന്നെ തീ തീ വെച്ച് അതിൽ കൊല്ലുന്നതിനാണ്, അത് തീയിലേക്ക് വലിച്ചെറിയുന്നതിനാണ് അവിടുത്തേതായ ശിക്ഷാ രീതി. और वहां के उस समय का दंड का कार्य इस प्रकार से हुआ करता था कि वहां बड़े आग को डालते हैं और आमीन उस प्रभु के लोगों को जो है उस आग में उठाकर फेंक देते थे। അപ്പോ ഈ ദേവദാസനെ പിന്നെ കൊല്ലുന്നതിനുള്ളതായ ഉത്തരവനുസരിച്ച് പടയാളികൾ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. और इस प्रभु के दास को भी जैसे उसकी मार डालने की जो सजा सुनाए गए, तो उस सैनिक लोग आकर उसे मारने के लिए ले जा रहे थे। കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വീണ് ഒരു വലിയ പരിക്കുണ്ടായി, മുറിവുണ്ടായി. थोड़ा लंबा यात्रा करने के पश्चात ये जो प्रभु के दास हैं वो गिर गए वहां कहीं और उनको काफी चोटें आई। അദ്ദേഹത്തിന് തീരെ നടക്കാൻ വയ്യാത്തതായ സാഹചര്യമായിരുന്നു. और ये बिल्कुल भी चल नहीं पा रहे थे, ऐसी एक परिस्थिति में पहुंच गए। അദ്ദേഹം മുടന്തി മുടന്തി നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാലതാമസം ഉണ്ടായി. और ये जो प्रभु के दास लंगड़ाते हुए चल रहे थे, इसलिए वहां तक पहुंचने में थोड़ा समय निकल गया। പിന്നെയും അവരങ്ങോട്ട് നീങ്ങുമ്പോൾ റോഡിലെ ഒരു തടസ്സമുണ്ടായി. അവിടെ ഒരു വലിയ ലഹള നടക്കുകയായിരുന്നു. और थोड़े और आगे बढ़ने के समय में सड़क में और एक हादसा या एक बाधा को उन्होंने सामना किया, वहां पर कुछ झगड़े हो रहे थे। തന്റെ കാലിൽ മുറിവേറ്റ് രക്തം ധാരയായിട്ട് ഒഴുകിയപ്പോൾ ആ പട്ടാളക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച് എന്ന്. और उस प्रभु के दास के पैरों में से जब उस चोट के कारण जो खून बह रहा था, उस दृश्य को देखकर वह उस सैनिक ने वो प्रभु के दास से पूछा, इसके विषय में आपको क्या कहना है? അദ്ദേഹം പറഞ്ഞു, സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന്. और उस प्रभु के दास ने इस प्रकार से उत्तर दिया कि सब कुछ भलाई के लिए प्रभु करता है। അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ മുറിവേറ്റതും വേദനയോടുകൂടി ആയിരിക്കുന്നതും നന്മയ്ക്കെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ആ പട്ടാളക്കാരൻ ചോദിച്ചു. वो सैनिक ने इस प्रकार से उस प्रभु के दास से पूछ रहा था कि आपको इतने बड़े चोट लगे हैं और आपका खून इतना बह रहा है, और आप ये क्या कह रहे हैं कि क्या ये सब कुछ भलाई के लिए हो रहा है? അദ്ദേഹം പറഞ്ഞു, ഒരു സംശയവുമില്ല, ഇത് നന്മയ്ക്കായിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു. और उस प्रभु के दास ने उत्तर दिया कि कोई शक नहीं है, ये सब कुछ परमेश्वर जो कर रहा है भलाई के लिए कर रहा है। പിന്നെ അത് കഴിഞ്ഞ് റോഡിലെ ലഹളയും മറ്റതൊക്കെ ആയപ്പോഴത്തേക്ക് വളരെ ഡിലേ വന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന്. तो उसके आगे आगे चलते जो रास्ते में जो तकलीफें हो रहे थे और जो समस्याएं हो रही थी, उस प्रभु के दास तभी भी कहने लगा कि सब कुछ भलाई के लिए प्रभु करता है। തന്നെ കൊല്ലുന്നതിന് വേണ്ടിയുള്ളതായ ഒരു പുറപ്പാടാണ്. ആ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി. ക്യൂൻ മേരി ക്യാൻസർ രോഗം നിമിത്തം മരിച്ചുപോയി. और उस प्रभु के दास को मारने के लिए ले जाने के लिए जो है देरी हो रही थी और वहां पर सब प्रकार की बाधाएं हो रही थी। उसके दौरान उनको ये खबर मिला कि क्यून मेरी जो थी वो कैंसर की बीमारी से जूझ रही थी और उसके कारणवश वो अपना जो है जान दे दिया। ഉടനെ തന്നെ പുതിയ ഭരണാധികാരിയായിട്ട് രാജ്ഞിയായിട്ട് എലിസബത്ത് വൺ അവിടെ രാജ്യഭാരം ഏറ്റെടുത്തു. और उस रानी की मृत्यु के बाद अगले रानी के रूप में एलिजाबेथ पहला ये अपने स्थान को ग्रहण किए। എല്ലാ ശിക്ഷകളും അവർ ഉടനെ തന്നെ ഇളവ് ചെയ്തു.
और उन्होंने जो भी ऐसे दंड और मृत्यु की आज्ञाएं दी गई थी उस सबको उन्होंने जो है खत्म कर दिया। തനിക്ക് പരിക്ക് പറ്റിയതും വഴിയിൽ തടസ്സമുണ്ടായതും എല്ലാം നന്മയ്ക്കായിട്ട് തീർന്നു എന്ന് ദൈവം തെളിയിച്ചു. और उनको चोट लगने के कारणवश और रास्ते में आया हुआ रुकावट जो भी है, वो प्रभु ने ये बात को साबित करा दिया कि सब कुछ जो है भलाई के लिए परमेश्वर ने किया था। ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളതായ ഒരു വാഗ്ദത്തം അത്രേ. ये प्रभु ने हमें दिया हुआ सबसे सुंदर एक वायदा ये है। ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. കാരണം വാഗ്ദത്തം ചെയ്തതായ ദൈവം വിശ്വസ്തനത്രേ. इसलिए आए हम इन वायदाओं के ऊपर हम अपना आमीन जीवन को थामे रहे, क्योंकि वायदा करने वाला परमेश्वर विश्वास योग्य है। ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. प्रभु का वचन में किसी भी प्रकार की आमीन जो है बदलावट नहीं होता है। आकाश और पृथ्वी टल जाएगा परंतु प्रभु का वचन कभी ना टलेगा। അതെ, ആകാശത്ത് നാം നോക്കുമ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയും, സൂര്യചന്ദ്രന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് അവിടെ നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല എന്നുള്ളതിന്റെ അടയാളം അത്രേ. आकाश की ओर देखेंगे तो आमीन लाखों हजारों तारों को हम देख सकते हैं और सारे सूर्य चंद्रमा को अपने अपने स्थानों में हम देख सकते हैं। तो इसी से हम ये बात को हमारे जीवन में साबित कर पाते हैं कि परमेश्वर आज भी सभी चीजों के ऊपर नियंत्रण रखा हुआ है। നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. और हमारे जीवन में कई बार कई चीजों का अनुमति परमेश्वर इसीलिए देता है क्योंकि हमारे सही मन फिराव को प्रभु हमारे जीवन से चाहता है। ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. और प्रभु की दया जो है हमें मन फिराव की ओर ले चलता है। അതുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ നിരവധി കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ശോധനകളുടെയും മധ്യേ പരീക്ഷകളിലൂടെയും കടന്നു പോകുമ്പോൾ അതില് ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. और इसलिए याद रखना है कि जब हम विभिन्न प्रकार की परीक्षाओं के बीच में से या आमीन कठिनाइयों के बीच में से हम जब जाते हैं तो याद रखना कि प्रभु के इसके पीछे एक बड़ा उद्देश्य प्रभु रखता है। യഹൂദാജനം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും പാപം ചെയ്യുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന് വളരെ കോപം ഉണ്ടാകുകയും അവരെ കൽദയരുടെ പട്ടണത്തിലേക്ക് നാടുകടത്തി. और यहूदा के लोग जो हैं जब परमेश्वर की उपस्थिति में घृणित कार्यों को किया, पापों को किया, तो परमेश्वर ने उन्हें कसदियों के देश में भेज दिया। അവർ അവിടെ പോയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഇവിടെ കേരളത്തിൽ ഇരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ എല്ലാവരെയും നാട് കടത്തി ആൻഡമാനിലേക്ക് കൊണ്ടുപോയാൽ എത്ര സങ്കടകരമായിരിക്കും. और मान लीजिए कि आप में से अधिकांश लोग जो हैं केरल में बैठे हुए हैं और एक सवेरे हमें आमीन कहा जाता है कि तुम्हें यहाँ से खाली कर कर अंडमान के उस टापू में जाना है, तो आपका प्रतिक्रिया क्या होगा? അവരുടെ ജീവിതം ആകെ തകിടം മറിയും. उनका जीवन जो है पूर्ण रीति से ऊपर नीचे उथल पुथल हो जाएंगे। അതുപോലെ അഹങ്കരിച്ച് ദൈവത്തെ മറന്ന് ജീവിച്ചതായ ഈ യഹൂദ ജനത്തെ ദൈവം പണിഷ് ചെയ്യുന്നതിന് വേണ്ടിയും കൽദയരുടെ നാട്ടിലേക്ക് അവരെ പറഞ്ഞു വിട്ടു. इसी प्रकार से परमेश्वर जो है यहूदियों के साथ इस प्रकार से किया कि वे अपने अहंकार में जब अपने जीवन को जी रहे थे तो परमेश्वर ने एक सवेरे उनको सीधा कसदियों के देश में भेज दिया। അപ്പോൾ ദൈവത്തെ മറന്ന് ജീവിച്ചതായ ഈ യഹൂദ ജനത്തെ ദൈവം അങ്ങോട്ട് അയച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. और परमेश्वर की सेवा करने वाले प्रभु के अपने लोगों को परमेश्वर ने कसदियों के देश में क्यों भेज दिया, इसके बारे में यदि हम पूछे तो परमेश्वर का वचन कहता है ये भी भलाई के लिए परमेश्वर ने किया है। ആ പ്രതികൂലത്തിന്റെ മധ്യേ അവർ ദൈവത്തെ നോക്കുകയും ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുകയും മനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും എന്ന് അരുളി ചെയ്യുന്നു.
प्रभु का वचन वहां पर कहता है कि जब मेरे लोग मेरी ओर मुड़ेंगे और मुझसे पुकारेंगे तो मैं उनके लिए उतर आऊंगा और उनको उस देश में से मैं बाहर ले आकर उनके अपने देश में लौटा दूंगा, और ये सब कुछ उनकी भलाई के लिए मैं करने जा रहा हूँ। ഞാൻ वाയിച്ചത് ഇരമ്യാവിന്റെ പ്രവചനം 24-ാം അധ്യായം 6-ാം വാക്യം. और ये वचन जो बोला गया है यिर्मयाह की पुस्तक जो है 24वें अध्याय इसके 6 आयत में से बताया है। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അനർത്ഥങ്ങളും പല ദൈവം അനുവദിക്കുന്നതായ കഷ്ടതകളൊക്കെയും നമ്മുടെ മനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയും ആഗ്രഹിച്ചുകൊണ്ട് അത്രേ പിതാവ് അങ്ങനെ ചെയ്യുന്നത്. तो हमारे जीवन में आने वाली समस्याएं और हमारे जीवन में आने वाली तकलीफों को हमें कई बार हमें इस प्रकार से समझना जरूरी है कि परमेश्वर हमारे सही मन फिराव की और हमें ले चलने के लिए ऐसी परिस्थितियों को ले आता है। ദാവീദ് രാജാവിന് വളരെ സുഖ സമൃദ്ധിയോടുകൂടി താൻ അധികാരത്തിലിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തന്റെ ജീവിതത്തിൽ പാപപ്രവൃത്തികൾ കടന്നുകൂടിയിട്ടുണ്ട്. और दाऊद राजा जो है बहुत अपने सुख विलास में जब राजा की उस पदवी में बैठा हुआ समयों में उसके जीवन में भी कई प्रकार की पाप और पाप के कार्यों को उन्होंने अपने जीवन से किए हैं। താൻ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയ സന്ദർഭത്തിൽ ദൈവത്തിന്റെ ശിക്ഷ തന്റെ മേൽ ഉണ്ടായപ്പോൾ താൻ അതിദുഃഖത്തോടുകൂടി തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. और कई बार हम देखते हैं कि ऐसे बड़े दुख के अवसर में होकर जाने के समय में दाऊद ने अपने पापों को परमेश्वर के सामने कबूल करते हैं और अपने दंड को वो अपने स्वीकार करते हुए अपने जीवन को प्रभु के सामने पुनर्स्थापित करने के कारणों को हम देख पाते हैं। 119 सങ്കീർത്തനം 71 നാം ഇങ്ങനെ വായിക്കുന്നു. भजन संहिता 119 उसका 71 वचन में इस प्रकार से हम पढ़ते हैं। നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. और प्रभु का वचन इस प्रकार से लिखा है कि मुझे जो दुख हुआ वह मेरे लिए भला है, भला ही हुआ जिससे मैं तेरी विधियों को सीख सकूं। അതുപോലെ നമുക്കും പലർക്കും പറയുവാനുണ്ടായിരിക്കും, നാം കഷ്ടതയിലായത് ഈ പ്രതികൂലത്തിലൂടെ കടന്നുപോയത് ദൈവത്തെ അറിയുവാൻ മുഖാന്തരമായി തീർന്ന്. അതത്രേ നമ്മൾ പലരുടെയും സാക്ഷ്യമെന്ന് പറയുന്നത്. इसलिए हम भी कई बार ये बात को बता पाएंगे कि मेरे जीवन में कष्ट या प्रतिकूल अवस्थाओं को आने से मैंने अपने जीवन में ये बात को समझा है और मैं प्रभु के लिए अपने जीवन को कैसे सही रीति से जी सकता हूँ, ये बात को मैं बहुत स्पष्ट समझ पाया हूँ। അപ്പന്റെ അനുസരണയില് വളരെ ദൈവഭക്തിയോടുകൂടി ജീവിച്ചതായ ഒരു ചെറുപ്പക്കാരനായിരുന്നു യോസെഫ്. अपने पिता के बातों का अनुसरण करते हुए भय भक्ति के साथ जीने वाला एक व्यक्ति था यूसुफ। യൂസഫിന്റെ സഹോദരന്മാര് ആട് മേയ്ക്കുന്നവരായിരുന്നു. അവർക്ക് വേണ്ടി പ്രഭാത ഭക്ഷണവുമായി പിതാവിന്റെ ആഗ്രഹപ്രകാരം അവൻ അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അവരെ ഭക്ഷണമെല്ലാം വാങ്ങി കഴിക്കുക മാത്രമല്ല, അവനെ ഒരു പൊട്ടക്കുഴിയിൽ തള്ളുകയും ചെയ്തു. और पिता की आज्ञा के अनुसार अपने भाइयों के कुशल क्षेम को जानने के लिए जब अपने पिता ने उनको भेजा, उन्होंने अपने साथ उनके लिए भोजन वस्तु भी ले गए। अपने भाइयों से वो मुलाकात करते हैं, भाइयों ने उनके हाथों से जो खाना है वो भोजन लेकर खा लेते हैं और उन्हें उस सूखे कुएं में फेंक देते हैं। ഈ സഹോദരന്മാർക്ക് യോസേഫിനോട് വലിയ അസൂയയായിരുന്നു. കാരണം അപ്പൻ പ്രത്യേക പരിലാളന കൊടുത്തു. അത് മാത്രമല്ല, അവരെല്ലാം കാണുക മൾട്ടി കളേർഡ് കോട്ടൊക്കെയാണ് വാങ്ങി കൊടുത്തത്. അതുകൊണ്ട് അവനെ വകവരുത്തുന്നതിന് വേണ്ടി ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു അവന്റെ സഹോദരന്മാർ. और इन भाइयों से भी बढ़कर पिता जो है यूसुफ से प्रेम रखता था, उसके लिए विशेष आमीन जो कार्यों को उसके लिए किया करता था। इतना ही नहीं, आमीन उन सारे भाइयों के बीच में यूसुफ के लिए एक रंग बिरंगा जो कपड़ा है अपने पिता ने उसके लिए तैयार कर दिया। ये सब कुछ उनके जलन का कारण हो गया। അവൻ എന്താണ് ഒരു പാപവും ചെയ്യാത്തതായ ആ ചെറുപ്പക്കാരൻ അടിമയായിട്ട് ജീവിക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, അപമാനിതനായി തീർന്നു. कोई भी पाप ना करने वाला एक ऐसा जवान जो है वो बिना कारण से अपमानित होना पड़ा और उसे आमीन जो है कारागृह में अपने आप को आमीन जो है बंद देखना पड़ा। എന്നാൽ ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കാരണം ഈ തീക്ഷ്ണമായ പരീക്ഷകളിലൂടെ കടന്നുപോയപ്പോൾ അവൻ പിറുപിറുക്കുകയോ ദൈവത്തെ തള്ളിപ്പറയുകയോ വിശ്വാസത്യാഗം ചെയ്യുകയോ ചെയ്യാതിരുന്നു.
परंतु परमेश्वर की दृष्टि उसके संग हमेशा रहा करता था। ऐसे मुश्किल समयों में भी यूसुफ ने कभी भी परमेश्वर को नहीं त्यागा, ना परमेश्वर के विषय में उसने कई बुरा भला कहा। പരീക്ഷകളിലൂടെ നാമും കടന്നു പോകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയോ വിശ്വാസം ത്യജിക്കുകയോ ആം, അത് അവിശ്വാസികളായി തീരുകയോ ചെയ്യാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. हम विशेष ध्यान रखना जरूरी है कि जब हम परीक्षाओं के दौर से होकर जाते हैं तो ना तो हमें उन समयों में परमेश्वर को त्यागना है, ना हमारे विश्वास में हमें कमजोर होकर पीछे की ओर जाना है। തന്റെ വെള്ള ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടിയും ഈ കഷ്ടനഷ്ടങ്ങളിലൂടെയും നിന്ദകളിലൂടെയും തനിക്ക് കടന്നു പോകേണ്ടി വരും എന്ന് ദൈവം അവനോട് മുന്നമേ പറഞ്ഞില്ല. और परमेश्वर ने उसको किसी भी प्रकार की चेतावनी नहीं दिया था कि यदि प्रभु की वायदाओं को या आशीषों को प्राप्त करना है तो इस प्रकार के कष्ट और दुख में से तुझे होकर जाना होगा। വിശ്വാസ ജീവിതത്തിൽ അനവധി കഷ്ടനഷ്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെതായ ഒരു രീതിയാണ്. और याद रखना है कि विश्वास जीवन में जो है अनेक प्रकार की कष्ट और नुकसान के अनुभवों में से हमें होकर जाना है, और याद रखना है ये परमेश्वर का एक तरीका है कईयों के लिए प्रभु की भलाइयों को प्रकट करने में। രാജ്യത്തെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് ദൈവം വാഗ്ദത്ത പ്രകാരം അവനെ ഉയർത്തിക്കൊണ്ടുവന്നു. और वायदा के अनुसार जो है राज्य का सबसे ऊंचे स्थानों में आमीन परमेश्वर ने उसे समय के अनुसार उठा कर ले आए। അവസാനം റേഷൻ വാങ്ങുന്നതിന് വേണ്ടി അവന്റെ സഹോദരന്മാർ അവന്റെ അടുക്കൽ വന്നു. और अंत में ऐसा हम देखते हैं कि उनके लिए खाना या राशन खरीदने के लिए या याकूब के जो पुत्र हैं या यूसुफ के भाई जो हैं उसके पास आते हैं। തന്റെ അധികാരം ഉപയോഗിച്ച് പദവി ഉപയോഗിച്ചിട്ട് യോസേഫ് അവരെ കള്ളക്കേസിലൊക്കെ കുടുക്കി. और अपने पदवी को उपयोग करते हुए यूसुफ ने उन्हें कई आरोप उनके ऊपर लगाए। എന്നാൽ യോസഫ് അവസാനം അവരോട് പറഞ്ഞു, നിങ്ങൾ തിന്മയ്ക്കായിട്ട് ചെയ്തു, ദൈവം അത് നന്മയ്ക്കായിട്ട് തീർത്തു എന്ന്. परंतु अंत में यूसुफ उनसे इस प्रकार से बताता है कि तुमने तो मेरे लिए जो है बुराई किया, परंतु परमेश्वर ने मेरे लिए सब कुछ भलाई को किया है। പ്രിയരെ, നമ്മുടെയും ജീവിതത്തിൽ നിരവധി കഷ്ടനഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നിന്ദകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നാം വിശ്വസ്തയോട് നിൽക്കുകയാണ് എങ്കിൽ കർത്താവ് നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. प्रियो, हमें भी अपने जीवन में याद रखना है कि यदि हम कई प्रकार की कष्ट और नष्ट के अनुभव में से होकर जाते हैं या प्रतिकूल अवस्थाओं में से होकर जाते हैं तो उसका अंतिम परिणाम यह है कि परमेश्वर हमारे लिए सब कुछ भलाई ही को करेगा। ഇസ്രായേലില് മനാശെ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. इज़राइल में मनश्शे नाम का एक राजा हुआ करता था। മനശ്ശെയും തന്റെ പൂർവ്വപിതാക്കന്മാരുടേതായ ദൈവത്തെ തള്ളിക്കളയുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും ഒക്കെ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്തതായ ഒരു രാജാവായിരുന്നു ഈ മനശ്ശെ. और ये मनुष्य राजा जो है परमेश्वर की दृष्टि में बुरा कार्यों को किया और अन्य आराधनाओं को करने में वे अपने आप को शामिल किए थे। യഹോവ മനശ്ശെയോടും തന്റെ ജനത്തോടും പല ആവർത്തി സംസാരിച്ചു. यहोवा परमेश्वर जो है मनुष्य राजा से और उनके लोगों से कई बार बातें करने की कोशिश की, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. परंतु परमेश्वर ने परंतु इन लोगों ने उनकी और या परमेश्वर की बातों की ओर ध्यान नहीं दिए। അതുകൊണ്ട് ഈ മനശ്ശെയെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. तब परमेश्वर ने इस प्रकार से किया कि इस मनश्शे और उनके लोगों को जो है अशुर राजा के हाथों में सौंप दिया। അവർ വന്നിട്ട് മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. और उन्होंने आकर मनश्शे राजा को जो है सांकलों में जंजीरों में जकड़कर उनको बाबुल में ले गए। അവൻ കഷ്ടത്തിലായപ്പോൾ അവിടെ കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. और जब वो कष्ट के अनुभव में आमीन पड़ा रहा, वहां बैठकर वो परमेश्वर को पुकारने लगा അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും താഴ്ത്തി. और अपने आप को परमेश्वर की उपस्थिति में पूर्ण रीति से समर्पित कर दिया। അവന്റെ യാചന കേട്ട് സ്വർഗത്തിലെ ദൈവം മനസ്സലിവുണ്ടായി അവനെ വീണ്ടും യെരുശലേമിലേക്ക് മടക്കി അയച്ചു. और उसकी याचनाओं उसकी प्रार्थना को सुनकर जो है परमेश्वर को दया आकर उसे फिर से यरूशलेम में लौटा दिया। യഹോവ തന്നെ ദൈവം എന്ന് മനശ്ശെയ്ക്ക് ബോധ്യമായി.
और मनुष्य को इससे ये बात का आमीन जो है बोध हुआ कि यहोवा ही परमेश्वर है। മനശ്ശയെ സംബന്ധിച്ചിടത്തോളം അവൻ രാജാവായി വാണിരുന്നതായ ആ കാലഘട്ടത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു അവൻ ചങ്ങല ധരിച്ചുകൊണ്ട് ആം, അനുതാപത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്ന നിമിഷങ്ങൾ. मनुष्य से संबंधित यदि पूछा जाए तो राजा बनकर जो है अपने जीवन में राज करने का समय से भी बढ़कर जो है सांकलों को जंजीरों में जकड़े हुए उस कारागृह में बैठने का समय था, क्योंकि उस समय में वो अपने जीवन में जान लिया कि यहोवा ही परमेश्वर है। ഉന്നത പദവിയിൽ നിന്നും പലപ്പോഴും ദൈവം നമ്മളെയും താഴ്ത്തുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടിയും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. और कई बार ऐसे उच्च पदवी में से परमेश्वर जब हमें निचले स्थानों में जब ले आते हैं तो कारण क्या है पूछा जाए तो हमें एक तरीके से हमें सुधारने के लिए, हमें पुनर्स्थापित करने के लिए, और परमेश्वर ही सर्वाधिकारी हैं इसके विषय में हमें जान दिलाने के लिए प्रभु हमारे जीवन में ऐसे कार्यों को करता है। വിശ്വാസത്തിലും സ്വഭാവത്തിലും നാം വളരുവാൻ തക്കവണ്ണം ഈ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ സഹായിക്കുമെന്ന് സ്വർഗസ്ഥനായ പിതാവിന് നല്ലവണ്ണം അറിയാം. विश्वास में और अपने स्वभाव में एक बदलावट लाने के लिए ऐसे प्रतिकूल अवस्थाओं के होकर जाने के समय में हमारे जीवन में हो सकता है, ये स्वर्गीय परमेश्वर अच्छी रीति से जानता है। നാം ഏറ്റവും കൂടുതൽ ദൈവത്തെ അന്വേഷിക്കുന്നത് അത്തരം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്രയാണ്. और कई बार ऐसे प्रतिकूल अवस्थाओं में से होकर जाने के समय में हम ज्यादा से ज्यादा परमेश्वर को ढूंढने लगते हैं। എന്നാൽ നമ്മൾ പലപ്പോഴും ഇത്രയും മാത്രം മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്നതായ നമ്മുടെ ആജന്മ ശത്രുവായിട്ടുള്ളതായ ഈ സാത്താനെ ദൈവം അങ്ങ് നശിപ്പിച്ചു കളയാത്തത്, ഈ സാത്താനെ കൊന്നു കളയാത്തത് എന്തെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. कई बार हम इस प्रकार से सोच में आ जाते हैं कि इतना सब कुछ गड़बड़ी फैलाने वाला, इतना लोगों को भटकाने वाला और बुरी कार्यों को करने वाला ये जो शैतान है, ये शैतान को परमेश्वर नष्ट क्यों नहीं करा देता है। സാത്താനും ദൈവത്തിന്റെ ദാസനാണ്, അവനെ കൊണ്ടും പല കാര്യങ്ങളും ദൈവം ചെയ്യിക്കാറുണ്ട്. और ये बात को हमें समझना जरूरी है कि शैतान भी जो है परमेश्वर का एक दास है और उसी के द्वारा भी परमेश्वर कई कार्यों को लोगों के जीवन में कराता है। പൗലൂസ് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി എന്റെ ശരീരത്തിലെ ഒരു ശൂലം തന്നിരിക്കുന്നു, സാത്താന്റെ ദൂതനെ തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. और कई बार पौलुस अपने वचनों में इस प्रकार से बताते हैं कि मेरे शरीर को वश में ले आने के लिए और मेरे शरीर को एक कांटे का सा अनुभव दिया है, वो शैतान का एक दूत के रूप में है, ऐसे प्रभु के दास कहते हैं। വെളിപ്പാടുകളുടെ ആധിക്യത്താൽ താൻ നിഗളിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി കൊടുത്തതായ ഒരു ഒരു ശൂലമായിരുന്നു എന്ന് നാം വായിക്കുന്നു. और दर्शनों के बहुतायत के कारण वो भटक ना जाए, इसलिए उसने अपने जीवन में उस कांटों का अनुभव को रखा है, ऐसे प्रभु का वचन में बताया जाता है। നിർധനയായിട്ടുള്ളതായ ഒരു മാതാവ് ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. एक माता जी जो है, जो निर्धन अवस्था में थी, एक किराए के मकान में वो रहती थी। അവരുടെ ഹൗസ് ഓണറും തൊട്ടടുത്ത് തന്നെ താമസമുണ്ട്. और उस मकान मालिक भी उनके बगल में ही रहते थे। ഒരു ദിവസം അവരുടെ വീട്ടിൽ ഗ്രോസറീസ്, പലവ്യഞ്ജനങ്ങൾ തീരെ ഇല്ലാതായിപ്പോയി. एक दिन जो है उनके घर में जो है खाने पीने के जो पदार्थ हैं वो बिल्कुल खत्म हो गए। അവര് ദൈവത്തോട് ശക്തമായിട്ട് ഉറക്കെ പ്രാർത്ഥിച്ചു. और उस स्त्री ने ऐसा किया कि वो परमेश्वर से बड़े ऊंची आवाज में बड़े सामर्थ के साथ प्रार्थना करने लगे। അവരുടെ ഹൗസ് ഓണർ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയായിരുന്നു. ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തേക്ക് അദ്ദേഹം കളിയാക്കിയിരുന്നു. और ऐसा ऐसा हुआ करता था कि उनके जो मकान मालिक है वो एक नास्तिक अनुभव में था, परमेश्वर है नहीं ऐसे कहने वाला व्यक्ति था। और ये स्त्री कई बार जब प्रार्थना करती थी उसके ऊपर वो मजाक उड़ाया करता था। കർത്താവ്, എന്റെ കയ്യിൽ തീരെ പണമില്ല, അതുകൊണ്ട് എനിക്ക് ഗ്രോസറീസ് വേണം എന്നുള്ളതായ അവരുടെ ഉറക്കെയുള്ള പ്രാർത്ഥന ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. और उस स्त्री का प्रार्थना को वो
वो जो मकान मालिक ने ध्यान से सुना, वो इस प्रकार से प्रार्थना कर रही थी कि हे परमेश्वर, मेरे पास बिल्कुल भी कोई रुपया नहीं है, परंतु मुझे खाने पीने की वस्तु को खरीदना है। അവർ വീട്ടിൽ ഇല്ലാതിരുന്ന സമയം നോക്കിയും അവരുടെ ഹൗസ് ഓണർ കുറെ അധികം ഗ്രോസറീസ് വാങ്ങി അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ മേശപ്പുറത്ത് വെച്ചു. और एक दिन ऐसा हुआ कि ये जब स्त्री अपने घर में नहीं रहती थी, उस समय में ये जो मकान मालिक ने बहुत सारे खाने पीने की वस्तुओं को ले आकर उनके मेज में रख दिए। അപ്പോൾ ഈ മാതാവ് വന്നപ്പോൾ തന്റെ മേശപ്പുറത്ത് തന്റെ അത് ആവശ്യത്തിലധികം ഗ്രോസറീസ് ഇരിക്കുന്നു അത് കണ്ട് ദൈവത്തെ സ്തുതിച്ചു. और ये माता जब लौट कर आई तो अपने मेज में आवश्यकता से भी ज्यादा जब खाने पीने की वस्तुओं को रखा गया ऐसे देखी, तो वो ऊंची आवाज में परमेश्वर की स्तुति करने लगी। അവരിങ്ങനെ പറഞ്ഞു, കർത്താവ് നീ ആവശ്യങ്ങളൊന്നും മുടക്കാത്ത ദൈവമാണ്, നീ അത്ഭുതം പ്രവർത്തിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് ഉറക്കെ അവരെ പ്രാർത്ഥിച്ചു. और उस प्रकार से ऊंची आवाज में वे प्रार्थना करने लगी कि हे परमेश्वर, तू किसी की भी आवश्यकताओं को रोकने वाला प्रभु नहीं है, और साथ साथ हमारे हर एक जरूरतों को पूरा करने वाला परमेश्वर है आप। ഇത് കണ്ടിട്ട് അവിടെ വന്നതായ ആ ഹൗസ് ഓണർ അവരോട് പറഞ്ഞു, അത് ദൈവമല്ല കൊണ്ടുവന്നത്, ഞാനാണ് അവിടെ കൊണ്ടുവച്ചത് എന്ന്. और ये सुनते हुए ये मकान मालिक ने आमीन ये स्त्री से इस प्रकार से बताया कि ये परमेश्वर नहीं है जो लेकर आया था, मैंने लेकर आकर वहां पर रखा हूं। അപ്പോൾ ആ മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം ചെകുത്താനെയും ഉപയോഗിക്കും, അതിന്റെ തെളിവാണ് ഇത് എന്ന്. और इसलिए वो माता ने उस प्रकार से उस मकान मालिक से कहा कि परमेश्वर जो है शैतान को भी उपयोग करता है अपने लोगों को कार्य कराने के लिए। അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്ത് പിന്നെ ആ, സാത്താന്റെ തലയെ ദൈവം തകർത്തു. ആ, എന്നാൽ ബാക്കി അവന് ജീവനുണ്ട്. അവൻ ജീവനുണ്ട്, അവനെ ചവിട്ടുവാനുള്ള അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. और परमेश्वर का वचन हमें शैतान के विषय में ये सिखाता है कि शैतान के सिर को परमेश्वर ने कुचल दिया है, परंतु उसके अंदर जीवन है, परंतु उसके ऊपर जय लेने का अधिकार प्रभु ने हमारे ऊपर दिए हैं। അതെ, നമുക്കൊരു യുദ്ധമുണ്ട്, നമുക്കൊരു പോരാട്ടമുണ്ട്. ഈ ശത്രുവിനെ ചവിട്ടുവാനുള്ള അധികാരം നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നു. हमारे सामने एक युद्ध है, हमारे सामने एक जो है लड़ाई है, और इस लड़ाई में शत्रुओं को ऊपर जय देने का अधिकार प्रभु ने हमारे ऊपर दिया है। രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, 2 വയസ്സിന് താഴെയുള്ളതായ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലണമെന്ന് ഫറവോയുടെ ഉത്തരവ്. राजा ने जो फिरौन राजा ने जो है इस प्रकार का एक आज्ञा निकाला कि 2 साल के नीचे के बच्चों को जो है मार दिया जाए। നൈൽ നദിയില് ഞങ്ങളുടെ ഇടയിൽ അതെ ഒരു ഒരു കുഞ്ഞ് കരയുന്നതായ ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ടിട്ട് ഫറവോന്റെ മകൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ പോയി. नील नदी में जो है झाड़ियों के बीच में रोने वाले एक बच्चे का बालक का आवाज को सुनकर फिरौन की पुत्री जो है उसे अपने पास ले गई। ആ കരഞ്ഞുകൊണ്ടിരുന്നതായ ആ കുഞ്ഞ് പിന്നത്തേതിലും ആ ഫറവോന്റെ സാമ്രാജ്യത്തിൽ തന്നെ തകർത്ത് കളയുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചതായ മോശയായിരുന്നു. और याद रखना है कि ये जो फिरौन की पुत्री के बेटे के रूप में जन्म हुआ या आमीन पालन पोषण कर कर बड़ा किया गया, ये मूसा को ही परमेश्वर ने उस फिरौन के साम्राज्य को खत्म कर देने के लिए आगे के समयों में उपयोग किया था। മോശ കുഞ്ഞിന്റെ ജീവിതത്തില് ഈ ഒരു വെള്ളത്തിലൂടെയുള്ള ഒഴുക്കും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നു എങ്കിലും മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനായതുകൊണ്ട് ദൈവം അവനെ പരിപാലിച്ചു. और मूसा के जीवन में जो है जन्म के समय में बहुत सारे प्रतिकूल अवस्थाओं को उसको सामना करना पड़ा, परंतु परमेश्वर ने अपने इच्छा के अनुसार उसको बुलाया हुआ था, इसीलिए परमेश्वर उसको संभाल कर रखा। ആം, ആ, നാം ഓരോരുത്തരും പലപ്പോഴും വെള്ളത്തിലും തീയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. कई बार हम और आप भी जो है पानी में से या आग में से होकर गुजरने के समय में प्रभु हमें आश्वासन देता है कि मैं तुम्हारे संग रहूंगा। വെള്ളത്തിൽ വലിച്ചെറിഞ്ഞാലും നാം വെള്ളത്തിൻ മീതെ നിൽക്കുന്നവരത്രേ. और मान लीजिए यदि हमें कोई उठाकर पानी में फेंक भी दे तो पानी के बीचों बीच खड़े रहने वाले लोग हैं हम। വെള്ളത്തിൽ മുങ്ങി താഴുവാൻ ദൈവം അനുവദിക്കുകയില്ല.
पानी में डूबकर हमें निचले स्थानों में जाने के लिए प्रभु कभी भी हमारे जीवन में अवसर नहीं ഇന്ന് देगा। നാം അനുഭവിക്കുന്നതായ ആ പ്രതികൂലങ്ങളുടെ ആ കഷ്ടതയുടെ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ മുങ്ങിച്ചാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. आज आप अनुभव करने वाले प्रतिकूल अवस्थाओं में से, कष्ट के अनुभव में से याद रखना है कि उस अनुभव में डूबकर मरने के लिए प्रभु कभी भी अपने जीवन में ऐसा समय नहीं देगा। കാരണം നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരത്രേ. कारण यह है कि हम में से एक एक जो है परमेश्वर की उस पहली सी योजना में बुलाए गए लोग हैं। നാം ക്രിസ്തുവിന്റെ മക്കളായിരിക്കാൽ, നമ്മൾ ക്രിസ്തുവിന്റെ വകയായിരിക്കാൽ, ആ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളുടെയും പിന്നിൽ കർത്താവിന്റെ കരമത്രേ. हम परमेश्वर के होने के कारण, हमारे जीवन प्रभु का आमीन एक देन होने के कारण, हमारे जीवन में जो कुछ भी होता है वो परमेश्वर की इच्छा के अनुसार प्रभु करता है। സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നത് എല്ലാവർക്കുമല്ല, മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും മാത്രമാണ്. वो जब सब कुछ भलाई के लिए उत्पन्न करने वाला वो परमेश्वर ये सबके लिए नहीं है, परंतु जो उसकी इच्छा के अनुसार बुलाए जाते हैं और जो उससे प्रेम रखते हैं उन्हीं लोगों के लिए प्रभु का ये वायदा है। നാം ഓരോരുത്തരും ക്രിസ്തുവിനോട് സദൃശന്മാരായി തീരുവാൻ തക്കവണ്ണം ഈ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കഷ്ടനഷ്ടങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ അത് ക്രിസ്തുവിന്റെ തേജസ്സുള്ള മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ആയി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. और प्रभु हमसे ये चाहत रखता है कि हम में से एक एक जो है ऐसी कष्ट के अनुभव में से और प्रतिकूल अवस्थाओं में से होकर जाने के समय में मसीह का रूप हमारे मुंह से, हमारे चेहरे से दिखाई दे, मसीह का स्वभाव हमारे जीवन और चरित्र से प्रकट होने पाए। അതെ, ക്രിസ്തു നമ്മെ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആ ഇമേജ് റിഫ്ലക്ട് ചെയ്യുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. परमेश्वर हमें देखता है तो मसीह का वो प्रतिरूप जो है हमारे जीवन से प्रतिबिंबित करने के लिए हमें अपने जीवन को समर्पित करना है। ദൈവമക്കൾ കഷ്ടങ്ങളിലും ഞെരുക്കങ്ങളിലൂടെയും യാതനകളിലൂടെയും കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ അവന്റെ കൃപ പകരും, അവന്റെ ദയ നമ്മുടെ മേൽ പകരും, അവന്റേതായ അത് എന്താണ് അനുഗ്രഹം, അവന്റെ കരസ്പർശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. और हम जब मुश्किल अनुभव में से होकर जाते हैं, प्रतिकूल अवस्थाओं में से होकर जाते हैं, तो याद रखना है कि परमेश्वर अपना हाथ हमारे ऊपर बढ़ाकर हमें ऐसे स्थितियों में से बाहर ले आने में मदद करता है। എന്നാൽ സുവിശേഷം അത് കേൾക്കുന്നതും ചിലപ്പോഴൊക്കെ പിന്നെ ദുരന്തമായിട്ട് തീരാറുണ്ട്. परंतु कई बार ऐसा भी अनुभव होते हैं कि सुसमाचार सुनने से लोगों के जीवन में एक बड़ी दुर्घटना के रूप में कार्य हो रहे हैं। ऐसे भी अनुभव को हम देख पाते हैं। 2 കൊരിന്ത്യർ 2:16 വായിക്കാം. दूसरा कुरिन्थियों की पत्री जो है दूसरा अध्याय उसके 16वें पद को हम पढ़ेंगे। അവിടെ എന്താ 2 കൊരിന്ത്യർ 2:16. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. यहाँ पे लिखा है, कुछ के लिए तो मरने के निमित्त मृत्यु की गंध, और कितनों के लिए जीवन के निमित्त जीवन का सुगंध। ऐसा वचन यहाँ पे लिखा है। നാം ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ സൗരഭ്യ വാസന പരത്തുന്നവരത്രേ. हम जब परमेश्वर का वचन को जब घोषणा करते हैं तो परमेश्वर का सुगंध को हम फैलाते हैं। എന്നാൽ ഈ വചനം അംഗീകരിക്കാതെ റിജക്ട് ചെയ്യുന്ന, തിരസ്കരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ട ഈ സുഗന്ധം പരത്തുന്ന വചനം അവരെ സംബന്ധിച്ചിടത്തോളം മാരകമാണ്, മരണത്തിന് മുഖാന്തരമായി തീരും. परंतु आमीन इन वचनों को बोलने के अवसर में ही ये बात को याद रखना है कि जो प्रभु का वचनों को मानते नहीं है उन लोगों के लिए ये वचन जो है घातक भी ठहर सकता है। ചിലർക്ക് ഇത് മരണത്തിലേക്കുള്ളതായ വാസന, മറ്റുള്ളവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ളതായ വാസന തന്നെ. कई लोगों के लिए ये जो है मृत्यु का गंध है, तो कितनों के लिए जीवन के निमित्त जीवन की सुगंध होती हैं। നാം ക്രിസ്തുവിന്റെ വചനം ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുകയാണെങ്കിൽ ഈ വചനം നമുക്ക് ഏറെ പ്രയോജനം ചെയ്യും.
यदि हम परमेश्वर को अपने जीवन में विश्वास करते हैं और उसी को अपने जीवन में स्वीकार करने के लिए, अंगीकार करने के लिए तैयार है, तो ये वचन जो है हमारे लिए जीवन का आमीन जो है गंध के रूप में बदल जाता है। അല്ല എങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കേണ്ടി വരും. नहीं तो परमेश्वर का न्याय आसन के सामने हमें खड़ा रहना होगा। അപ്പോൾ അപ്പോൾ നിങ്ങൾ ചില എന്താണ് ഉപാധികളൊക്കെ പറയുമായിരിക്കും, ഒഴികഴിവുകളൊക്കെ പറയുമായിരിക്കും, എനിക്ക് സുവിശേഷം കേൾക്കുന്നതിനുള്ളതായ അവസരമുണ്ടായില്ല എന്ന്. और तब हो सकता है कि आप कई प्रकार के बहानों को और रुकावटों को आप बोल सकते हैं कि आप जो है आमीन आपके जीवन में ऐसे ऐसी समस्याएं थी, इसके कारण हम प्रभु में नहीं आ पाए। സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ട്രാക്റ്റുമായിട്ട് നിങ്ങളുടെ വീടിന്റെ ഡോർ മുട്ടിയപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കാതിരുന്നത്, അദ്ദേഹത്തിന് വേണ്ടി ഡോർ തുറന്നു കൊടുക്കാതിരുന്നത്, അവിടെ സ്വർഗത്തിൽ അത് തെളിവുണ്ട്. और सुसमाचार के निमित्त आप जब पर्चों को लेकर जाते हैं, लोगों के घरों में खटखटाते हैं, परंतु किसी ने आपके आमीन कार्यों को देखकर उन्होंने अपने दरवाजे को बंद रखे हुए हैं, तो स्वर्ग का परमेश्वर ये सब कुछ देखता है, उसी को उधर अपना हिसाब देना जरूरी है। നിങ്ങൾ തള്ളി ഓടിച്ചതായ ആ പാവപ്പെട്ട ദൈവദാസന്റെ കാൽ കീഴുള്ളതായ ആ പൊടി അത് സാക്ഷ്യമായിട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൂതനോട് കൽപ്പിക്കും. और आपने जिस प्रभु के दास को घर से हकाल दिए, भगा दिए, उन प्रभु के दास के पैरों के नीचे, जूते के नीचे की जो मिट्टी है, वो आपके लिए गवाही देने के लिए खड़े हो सकते हैं। ദൈവദാസന്റെ കാലിന്റെ കീഴിലുള്ളതായ ആ പൊടി ഒരു ബൗളിൽ അത് ദൈവദൂതൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനെ നിഷേധിക്കുവാൻ കഴിയില്ല. और इसलिए याद रखना कि वो प्रभु के दासों के पैरों के नीचे की जो मिट्टी को जब एक पात्र में रखा जाएगा, तो वो प्रभु की उपस्थिति में आपके विरुद्ध गवाहियों को दे सकते हैं। ഈ പൊടി പോലും ദൈവം അവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഒടുക്കത്തെ ന്യായവിധിക്കായിട്ട്. और ये मिट्टी को भी, ये धूल को भी परमेश्वर ने बड़ी सुरक्षा के साथ रखा हुआ है, ताकि परमेश्वर अपने न्याय को सही रीति से हमारे लिए चुका सके। അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്നത് കൊണ്ടായില്ല, അതനുസരിക്കുന്നവർക്ക് അത്രേ എല്ലാ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നത്. ये याद रखना है कि परमेश्वर का वचन सुनने से काफी नहीं है, परंतु उसका अनुसरण करने से हमारे जीवन में लाभ होता। ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരത്രേ. और जो परमेश्वर से प्रेम रखते हैं, वो परमेश्वर का वचन को मानते भी हैं। അതുകൊണ്ട് കർത്താവ് നമ്മെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. इसलिए आज सवेरे के समय परमेश्वर हमें ये बात को याद दिलाता है कि जो लोग परमेश्वर से प्रेम रखते हैं, उनके लिए परमेश्वर सब कुछ भलाई के लिए उत्पन्न कराता है। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ദേവദാസനെ. ഗോഡ് ബ്ലെസ് യു. और इन वचनों के द्वारा प्रभु आप सभी को आशीष देने पाए, प्रभु आप सभी के साथ रहने पाए। आमीन।